നാസയുടെ ചരിത്രപരമായ ചാന്ദ്രദൗത്യം ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യർ ചന്ദ്രനരികിലേക്ക് കുതിക്കുന്നത്. ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയകരമെന്ന് നാസ അറിയിച്ചു. പേടകത്തിന് ഊർജം നൽകുന്ന സോളാർ പാനലുകൾ വിടർന്നു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് പുലർച്ചെ 4:05 വിക്ഷേപണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം വളരെ നിർണായകമായ അല്ലെങ്കിൽ ചരിത്രപരമായ ദൗത്യത്തിലേക്കാണ് നാസ കുതിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 10-50 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു മനുഷ്യ ദൗത്യം ചന്ദ്രനിലേക്ക്. കാര്യം ചന്ദ്രനിൽ കാല് കുത്തുന്നില്ലെങ്കിലും ചന്ദ്രനരികിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രനെ ചുറ്റി വരുന്ന ഒരു നിർണായക ദൗത്യമാണ് ഈ ദൗത്യം. ആർട്ടിമിസ് 2 ഏത് ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു ഐസൻ? നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നാസയുടെ വിശദീകരണം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടം ഭ്രമണപഥമുയർത്തൽ, അതായത് ഭ്രമണപഥമുയർത്തൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക് ചുറ്റും ഈ പേടകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ചുറ്റും 2 തവണ സഞ്ചരിച്ചതിന് ശേഷം ആ ഒരു ഓസിലേഷൻ വേഗം ആർജിച്ചതിന് ശേഷമായിരിക്കും ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക്, അതായത് ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിക്കുക. അതിനായി ഊർജ്ജവും പ്രവേഗവും നേടുന്നതിനുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ സഞ്ചാരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പെരിജി, അതായത് ഭൂമിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലം അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനെയാണോ വലം വയ്ക്കുന്നത് ആ വലം വയ്ക്കുന്ന ഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ വലം വയ്ക്കുന്ന ബോഡിയിൽ നിന്നും ഉള്ള ഏറ്റവും കുറഞ്ഞ ദൂരം നമുക്കറിയാവുന്നതാണ്. ഒരു ഓവൽ ഷേപ്പിലാണ് ഇത്തരത്തിലുള്ള ബഹിരാകാശ പേടകങ്ങളൊക്കെ സഞ്ചരിക്കുക. അതിൽ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് പെരിജി എന്ന് പറയുന്നത്, അതായത് ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ദൂരം. ആ പെരിജി ഉയർത്തലാണ് ഇപ്പോൾ സക്സസ്ഫുള്ളായി നടന്നു കഴിഞ്ഞുവെന്ന് കൃത്യമായും നാസയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അപ്പോജി ഉയർത്തുക, അതായത് അതിൻ്റെ ഏറ്റവും കൂടിയ ദൂരം ഉയർത്തുക എന്ന അടുത്ത ഭ്രമണപഥം ഉയർത്തൽ ദൗത്യവും കൂടിയുണ്ട്. ആ ദൗത്യവും കൂടി നടക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഈ റോക്കറ്റ് SLS റോക്കറ്റ് എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ ഒരു പ്രധാന ഘടകം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓറഞ്ച് നിറത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊപ്പൽഷൻ ഘടകമാണ്. ആ ഘടകം വേർപ്പെടുകയാണ് ആദ്യം ഉണ്ടാവുക. അതിൻ്റെ സ്ട്രാപ്പ് മോട്ടോറുകളും അതിനൊപ്പം തന്നെയുള്ള പ്രൊപ്പൽഷൻ ഘടകവും വേർപ്പെട്ടതിന് ശേഷം പിന്നീട് ഓറിയോൺ എന്ന് പറയുന്ന പേടകം, അതായത് ഓറിയോൺ എന്ന പേടകത്തിലാണ് ഇവരെല്ലാം സഞ്ചരിക്കുന്നത്. അതിന് ജ്വലനശേഷിയുണ്ട്, അത്തരത്തിലുള്ള മാനുവറബിൾ സംവിധാനങ്ങളൊക്കെയുള്ള ആ പേടകമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പേടകത്തിന് ഊർജ്ജം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ സോളാർ പാനലുകളാണ്. ഏതാണ്ട് വലിയ രീതിയിൽ അതിൽ ഒരു എക്സ് ഷേപ്പിൽ 4 സോളാർ പാനലുകൾ അതിന് ചുറ്റുമായി വിന്യസിക്കുക, അതിലേക്ക് ചിറകുകൾ പോലെ വിന്യസിക്കുന്ന ഒരു രീതിയുണ്ട്. ആ വിന്യസിക്കുന്ന ആ പ്രവർത്തനമാണ് പിന്നീട് നടന്നത്. നമുക്കറിയാവുന്നതാണ്, സ്പേസ് ലോഞ്ച് പുറപ്പെടുന്ന സമയത്ത് അത്തരത്തിലുള്ള ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ അതിൻ്റെ യാത്രയെ, ഗതിയെ പ്രതികൂലമായി ബാധിക്കുകയും സ്വാഭാവികമായും അത് തകർന്നു പോകാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്പേസിലേക്ക് വായുവിൻ്റെ സമ്മർദ്ദമില്ലാത്ത മേഖലയിലെത്തിയതിന് ശേഷമാണ് അത് വിടരുക. ആ വിടരുന്ന ആ പ്രവർത്തനവും വളരെ കൃത്യമായി നടക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4:05 കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് കൃത്യമായി പേടകം കുതിച്ചുയരുകയും ചെയ്തു. ഈ ബഹിരാകാശ റോക്കറ്റ് അല്ലെങ്കിൽ SLS റോക്കറ്റ് കുതിച്ചുയർന്നു എന്നതാണ് ഏറ്റവും കൃത്യമായ വിവരങ്ങളായി നമുക്ക് നൽകാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് നേരത്തെ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. 54 വർഷങ്ങൾക്ക് ശേഷം അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ദൗത്യം 2027-ലോ 2028-ലോ നടക്കുന്നതിന് മുന്നോടിയായി കുറെ കൂടി കാര്യക്ഷമതാ പരീക്ഷണത്തിൻ്റെ ഭാഗം കൂടിയായാണ് ഈ 4 പേരുടെ യാത്ര ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവർ ഭൂമിയിൽ നിന്നും ട്രാൻസ്ലൂണാർ ഓർബിറ്റിലൂടെ സഞ്ചരിച്ച് കൃത്യമായും ചന്ദ്രനടുത്ത് ചെന്ന് ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വരും. അപ്പോഴും മറ്റൊരു പ്രധാന ഘടകം, ഒരു ചരിത്രപ്രധാനമായൊരു വസ്തുത കൂടി ഉണ്ടാകുന്നത്, ഈ വലം വെച്ച് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന ചന്ദ്രൻ്റെ ഭാഗത്തിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ പേടകം സഞ്ചരിക്കുക. സ്വാഭാവികമായും ഏറ്റവും നിർണായകമായൊരു നീക്കമായിരിക്കും നടക്കുക. 4,06,000 കിലോമീറ്റർ ദൂരേക്ക് ഈ ബഹിരാകാശ വാഹനം സഞ്ചരിക്കും. അതായത് മനുഷ്യൻ ബഹിരാകാശത്ത് സഞ്ചരിച്ച ഏറ്റവും കൂടിയ അകലത്തിലേക്കാണ് ഈ യാത്ര നടക്കുന്നത്. അതൊക്കെ തന്നെയാണ് പ്രധാനമായും ചന്ദ്രനിൽ ഇറങ്ങുന്നത് സംബന്ധിച്ച കൃത്യമായൊരു നീക്കം ഈ ദൗത്യത്തിൽ ഒഴിവാക്കുകയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ചന്ദ്രനിലെ ഭൂമി ഉദിച്ചു വരുന്ന അല്ലെങ്കിൽ ചന്ദ്രനിൽ നിൽക്കുമ്പോൾ ഭൂമി ഉയർന്നു വരുന്ന ദൃശ്യങ്ങൾ പകർത്താനുള്ള സംവിധാനം. അതായത് ചന്ദ്രൻ അപ്പുറത്തു നിന്നും ചന്ദ്രൻ്റെ നിഴലിൻ്റെ ഭാഗത്തു നിന്ന് ഭൂമി ഉയർന്നു വരുന്നത് കൃത്യമായി പകർത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് പകർത്താൻ സാധിക്കുന്ന ആ ദൃശ്യത്തിന് സാക്ഷിയാകാൻ പോകുന്ന 4 പേരാണ് ഇപ്പോൾ ഈ ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന അത്യാധുനിക ക്യാമറകൾ ഈ ബഹിരാകാശ പേടകത്തിലുണ്ട് എങ്കിൽ കൂടി നേരിട്ട് അവർ സ്വന്തം മൊബൈൽ ഫോണിൽ കൂടി ഇത് പകർത്തുന്നു എന്നതാണ് ഏറ്റവും
ഗൗരവമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൗതുകമായ ഘടകം ഒരു മനുഷ്യ ജീവിതത്തിൽ സാധ്യമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നേട്ടത്തിലേക്ക് ബഹിരാകാശ യാത്രികർ എത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ബഹിരാകാശ യാത്രികരുടെ യാത്രയിൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുന്നു. സ്വന്തം മൊബൈൽ ഫോണിൽ ചന്ദ്രൻ്റെ അപ്പുറത്ത് നിന്ന് ഭൂമി ഉയർന്നു വരുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും